ഇസ്രയേലി ചാരനായ ജോനാഥൻ പുള്ളാഡ് എന്ന് പറയുന്ന ഒരു ഇസ്രയേലി ചാരൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് അഭിമുഖം കൊടുത്തപ്പോൾ പറഞ്ഞത്, ഇനി ഇറാൻ കഴിഞ്ഞാൽ ഇസ്രയേൽ ആക്രമിക്കാനൊരുങ്ങുന്നത് തുർക്കിയെയും ഈജിപ്തിനെയുമാണ്. കാരണം ഈ രണ്ട് രാജ്യങ്ങളാണ് ഇനി ഭാവിയിൽ അവർക്ക് വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുള്ളതും അവരാഗ്രഹിക്കുന്ന ഗ്രേറ്റർ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനും ഏറ്റവും വലിയ തടസ്സമായി ഭാവിയിൽ വരാൻ സാധ്യതയുള്ളവർ. ഞാനിത് മുൻകൂട്ടി പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ, ഇറാനെ ആക്രമിച്ചതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഖുർആനും ഹദീസും ഒക്കെ തപ്പുന്ന നമ്മുടെ ചില മൗലവിക്കൂട്ടങ്ങളും സമുദായ സംഘടനകളും ഉണ്ടല്ലോ. ആ സമുദായ സംഘടനകൾ ഭാവിയിലേക്കുള്ള രേഖകൾ തപ്പൽ ഇപ്പോഴേ തുടങ്ങണം. കാരണം ഇനി അടിക്കാൻ പോകുന്നത് തുർക്കിയെയും അതോടൊപ്പം ഈജിപ്തിനെയുമാണെന്നാണ് ഈ ജോനാഥൻ പുള്ളാഡ് എന്ന് പറയുന്നത്. ഈ ജോനാഥൻ പുള്ളാഡ് എന്ന് പറയുന്ന ഒരു മുൻ അമേരിക്കൻ നാവികസേന അനലിസ്റ്റ് പറയുന്നത്. ഇതിൽ വളരെ വിചിത്രമായൊരു സംഗതി കൂടിയുണ്ട് കേട്ടോ. നമ്മൾ ഈ ഇസ്രയേലും അമേരിക്കയും മച്ചാനുമാണെന്ന് പറയുമ്പോഴും തക്കം കിട്ടുമ്പോൾ അമേരിക്കയെയും സ്പൈ ചെയ്യും ഇസ്രയേൽ. കാരണം അവന്മാരുടെ ഒരു ജന്മം തന്നെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ജന്മമാണ്. അതുകൊണ്ട് കൂട്ടുകാരനായി കൂടിയാലും അല്ലെങ്കിലുമൊക്കെ അവൻ സ്പൈ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ജോനാഥൻ പിള്ളാഡ് എന്ന് പറയുന്ന ആൾ ഒരു ജൂത കുടുംബത്തിൽ അമേരിക്കയിലെ ടെക്സാസിൽ ജനിച്ചതാണ്. അവിടെ ജനിച്ചിട്ട് US നേവിയുടെ ഇൻ്റലിജൻസ് വിഭാഗമായ ആൻറ്റി ടെററിസ്റ്റ് അലർട്ട് സെൻറ്റർ, അവിടെ സിവിലിയൻ ഡിഫൻസ് അനലിസ്റ്റായിട്ടാണ് ജോലി നോക്കിയിരുന്നത്. ആള് ജൂതനാണ്. ഈ പറഞ്ഞതുപോലെ ജനിച്ചത് അമേരിക്കയിലുമാണ്. എന്നിട്ടോ അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഇസ്രയേലിൻ്റെ ചാരനായി പ്രവർത്തിച്ച് അമേരിക്കയുടെ എല്ലാ രഹസ്യങ്ങളും കൈമാറിയതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് ആ വൻതുക കൈപ്പറ്റിയതുൾപ്പെടെയുള്ള കാര്യങ്ങളുമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1985 ഒക്ടോബറിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ പറഞ്ഞതുപോലെ സംശയം തോന്നുന്നതും അദ്ദേഹം ഉടൻ തന്നെ ഓടി ഇസ്രയേൽ എംബസിയിൽ അഭയം പ്രാപിച്ചു. 85 കുറ്റം സമ്മതിച്ചു. 87 അമേരിക്കൻ കോടതി അദ്ദേഹത്തിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഏതാണ്ട് 30 വർഷക്കാലത്തോളം ഈ ജോനാഥൻ പിള്ളാഡ് തടവിൽ കഴിഞ്ഞു. അവിടുത്തെ ജീവപര്യന്തം 30 വർഷമാണ്. അങ്ങനെ 1985 തടവിലായ ജോനാഥൻ പിള്ളാഡ് ഇപ്പോൾ 2015 പുറത്തിറങ്ങി. എന്തിനാണ്? ഇതേ ഇസ്രയേലിന് വേണ്ടി അമേരിക്കയിൽ ചാരപ്രവർത്തനം നടത്തിയതിനാണ് അകത്തു പോയതും പുറത്തിറങ്ങിയതും. പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ചാനലുകൾക്ക് നൽകുന്ന അഭിമുഖത്തിൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിനെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഈ ലോകത്ത് ഈ പറഞ്ഞതുപോലെ അവർ ടാർഗറ്റ് ചെയ്ത് ഓരോ രാജ്യങ്ങളെ ആക്രമിക്കും. അവരുടെ ലിസ്റ്റിൽ കഴിഞ്ഞ 50 വർഷമായി ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു ഇറാൻ. ആ ഇറാനെയാണ് അവർ ആക്രമിച്ചത്. അപ്പോഴാണ് നമ്മുടെ മൗലാനൽ കുത്തുബുമാർ പറയുന്നത്, അത് ഷിയാക്കളെ ആക്രമിച്ചതിന് ബദലായി അതിൽ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഷിയാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ സന്തോഷിച്ചാട്ടെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അതിനണിനിരന്ന് അതിന് വ്യാഖ്യാനങ്ങൾ നൽകുന്ന, ഫത്വ പുറപ്പെടുവിക്കുന്ന അവരുടെ അടിമക്കണ്ണുമാർ ആഘോഷിക്കുന്നതും ഈ സംഗതികളിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത വരാൻ പോകുന്നത് തുർക്കിയും ഈജിപ്തുമാണെന്നാണ് ജോനാഥൻ പിള്ളാഡ് പറയുന്നത്. കാരണം ഈ ലിസ്റ്റൊക്കെ പണ്ട് മുതലേ ഉണ്ടവർക്ക്. അപ്പോൾ ആ രണ്ട് രാജ്യങ്ങളും കൂടി അസ്ഥിരപ്പെടുത്തിയാൽ ബാക്കി കുഴിമന്തി രാജാക്കന്മാരെല്ലാം നിൽക്കുന്നവരായതുകൊണ്ടും ഇരിക്കുന്നവരായതുകൊണ്ടും പറഞ്ഞാൽ കേൾക്കുന്നവരായതുകൊണ്ടും അങ്ങനെ ചില ഭാവിയിലെ തടസ്സങ്ങൾ കൂടി ഒഴിവാക്കി ഇതെല്ലാം കൂടി കൈപ്പിടിയിൽ ഒതുക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നതെന്നാണ് ജോനാഥൻ പിള്ളാഡ് പറയുന്നത്. ഏതായാലും ജോനാഥൻ പിള്ളാഡിൻ്റെ പുതിയ ഈ ഇൻ്റർവ്യൂ ഒരുപാട് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്.